നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പരസ്യമായി പിന്തുണയ്ക്കുന്ന തരൂർ ഇതിനകം തന്നെ സംഘപരിവാർ നേതൃത്വത്തിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് BJP അണിയറയിൽ കരുക്കൾ നീക്കുന്നത്. ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിത്വം BJPയിൽ എത്തിയാൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാം എന്നതാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കൃത്യവും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് സൂചന. ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ശശി തരൂർ BJPയിലെത്തും. അത് ഇനി കോൺഗ്രസിൽ നിന്നും പുറത്തായിട്ടാണോ അതോ രാജിവെച്ചിട്ടാണോ എന്നാണ് അറിയേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരാൻ നടത്തുന്ന വെട്ടിനിരത്തൽ വൻ പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത്. MP-മാരും MLA-മാരും ഉൾപ്പെടെ അനവധി പ്രമുഖ നേതാക്കളാണ് കടുത്ത അസംതൃപ്തിയിലുള്ളത്. ഈ ഭിന്നത പൊട്ടിത്തെറിയിലും പിളർപ്പിലും വരെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചാൽ തരൂരിനൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിലെ വലിയ ഒരു നിരയെ തന്നെ അടർത്തിയെടുക്കാമെന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇത് മുന്നിൽ കണ്ടാണ് തരൂരിനെ അടർത്തിയെടുക്കാനുള്ള നീക്കത്തിന് BJP വേഗത കൂട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരമാധികാര ബോഡിയായ AICC വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം MP-യുമായ ശശി തരൂർ BJPയിലേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും നിലവിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനയുടെ പേരിൽ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ തരൂർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി കൂടുതൽ അടുത്തിടപെടാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. മോദി സർക്കാരും തരൂരിനെ ഇപ്പോൾ കാര്യമായി പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്ന ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയക്കുന്ന പ്രതിനിധി സംഘത്തെ നയിക്കുക ശശി തരൂർ ആയിരിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തിറങ്ങുന്ന വാർത്തകൾ. തരൂരും മാനസികമായി ഇപ്പോൾ ഒരു കൂടുമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. K. കരുണാകരനെ മാറ്റി AK ആന്റണി മുൻപ് ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി മുഖ്യമന്ത്രിയായതുപോലെ UDF-ന് ഭരണം കിട്ടിയാൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാനാണ് KC വേണുഗോപാലിന്റെ പദ്ധതി. മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പണി കിട്ടും എന്നത് ഉറപ്പുമാണ്. UDF-ന് ഭൂരിപക്ഷം ലഭിച്ചാൽ സതീശനും ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പിന്തുണയോടെ കേരളത്തിലെത്തുക തന്നെയാണ് KCയുടെ ലക്ഷ്യം. KCക്കെതിരായ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിനെ വലിയ പിളർപ്പിലേക്ക് നയിച്ചേക്കും. ഒരു വിഭാഗം പ്രത്യേക പാർട്ടിയായി നിലനിൽക്കാനും ചില നേതാക്കൾ BJPയിലേക്ക് ചേക്കേറാനും എല്ലാ സാധ്യതയുമുണ്ട്. ശശി തരൂർ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിൽ BJP ഉപയോഗപ്പെടുത്തും. 2026-ൽ പ്രധാന പ്രതിപക്ഷമാവുക, 2031-ൽ കേരള ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം പുതിയ തലമുറയും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് BJP ദേശീയ നേതൃത്വം കരുതുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും മോദി സർക്കാരിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിക്കൊടുക്കാൻ കഴിഞ്ഞതിനാൽ അതും കേരളത്തിൽ വോട്ടായി മാറുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. മാറ്റങ്ങൾ നല്ലതാണ്. അത് ജനങ്ങൾക്ക് കൂടി ഫലപ്രദമാകുമെങ്കിൽ അത്രയും നല്ലത്.